അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്, എന്തുകൊണ്ടായിരിക്കാം മുഖ്യമന്ത്രി സേനാംഗങ്ങളോട് RSSനോട് അടുക്കരുതെന്ന് നിർദ്ദേശിച്ചത്? എന്തായിരിക്കാം ഇങ്ങനെയൊരു തിട്ടൂരമിറക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്? നോക്കൂ, RSS എന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘം അതിന്റെ പ്രവർത്തനത്തിന്റെ 100ാം വർഷത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള രണ്ട് പ്രസ്ഥാനങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും രാഷ്ട്രീയ സ്വയംസേവക സംഘവും. രണ്ടിന്റെ പിറവി 1925 എന്ന വർഷത്തിലാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ഏതാണ്ട് ആരംഭിച്ച് അതിന്റെ ഒരു നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു സമയത്താണ് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണങ്ങൾ, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണങ്ങൾ പുലർത്തുന്ന രണ്ട് പ്രസ്ഥാനങ്ങളായിട്ട്, ഒന്ന് നാഗ്പൂരിലും ഒന്ന് കാൺപൂരിലും ആരംഭിക്കുന്നത്. ഈ രണ്ട് പ്രസ്ഥാനങ്ങളുടെയും ഇന്നത്തെ ഇന്ത്യയിൽ അവയുടെ സ്ഥിതി എന്താണ് എന്ന് പരിശോധിക്കുമ്പോൾ തന്നെ പിണറായി വിജയനെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരുടെ ഈ കാര്യത്തിലുള്ള അസ്വസ്ഥതയും അവരുടെ ഇച്ഛാഭംഗവും വ്യക്തമാവുന്നുണ്ട്. കാരണം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യഘട്ടത്തിൽ വലിയ ജനസ്വാധീനവും വലിയ സ്വീകാര്യതയും ഒക്കെ നേടിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ യഥാർത്ഥ സ്വഭാവം അധികാരത്തിൽ വന്ന ഘട്ടങ്ങളിലെല്ലാം തെളിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ബംഗാളിലാവട്ടെ, ത്രിപുരയിലാവട്ടെ, കേരളത്തിലാവട്ടെ അതിന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു കാണിച്ചതിനെ തുടർന്ന് ജനവിരുദ്ധമായി മാറുകയും അതിന് അധികാരമുണ്ടായിരുന്ന എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും ആട്ടി അകറ്റപ്പെടുകയും ഒടുവിൽ കേരളത്തിലെ ഒരു തുരുത്തിലേക്ക് മാത്രമായി ചുരുങ്ങുകയും ചെയ്യുകയും. എന്നാൽ അതേസമയം ഇതോടൊപ്പം തന്നെ പ്രവർത്തനം ആരംഭിക്കുന്ന RSS എന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘം നാഗ്പൂരിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ഏതാനും കുട്ടികളെ മാത്രം ചേർത്ത് ആരംഭിക്കുന്ന പ്രസ്ഥാനം അത് ഇന്ന് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന, ഇന്ത്യയിൽ ഓരോ ഗ്രാമാന്തരങ്ങളിലും വേരുകളുള്ള, ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാഗധേയത്തെ നിർണ്ണയിക്കുന്ന, രാജ്യം ഭരിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 100 വർഷത്തെ പ്രവർത്തനം കൊണ്ടും RSSന്റെ വളർച്ചയെയോ RSSന്റെ പ്രവർത്തനത്തിനോ പ്രതിരോധിക്കാനോ തടയാനോ അതിനെ കൂടുതൽ ജനകീയമാകുന്നതിനെ ഇല്ലാതാക്കാനോ ഇവർക്ക് സാധിച്ചിട്ടില്ല. ഇന്ന് കേരളത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ രാഷ്ട്രീയ പരിവാറായിട്ടുള്ള BJPക്ക് തന്നെ 20% അടുത്ത് വോട്ടുണ്ട്. അതായത് നമ്മൾ കാണുന്ന ഓരോ 5 മലയാളി വോട്ടറിലും ഒരാളൊരു BJPക്കാരനാണ്, സംഘത്തോട് മാനസികമായ രാഷ്ട്രീയമായിട്ടുള്ള ഐക്യദാർഢ്യം പുലർത്തുന്ന ആളാണ് എന്ന നില വന്നിട്ടുണ്ട്. അപ്പൊ സംഘത്തിന്റെ ഈ വളർന്നു വരുന്ന സ്വാധീനം അത് എല്ലാ തുറകളിലെയും, സമൂഹത്തിന്റെ എല്ലാ തലങ്ങളെയും സർവതോന്മുഖമായി സ്പർശിക്കുന്ന ഒരു വലിയ വികാസമാണ് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങളിൽ പോലും, ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ പോലും അങ്ങനെയുള്ള വലിയ സ്വാധീനം ചെലുത്താൻ സംഘത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ, ആ ഒരു വിരളയിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെയുള്ള പരാമർശങ്ങളൊക്കെ നടത്തുന്നത്. എന്നാൽ അത്തരത്തിലുള്ള പരാമർശത്തിനൊന്നും നിയമപരമായിട്ട് യാതൊരു സാധുതയുമില്ല എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതാണ്. കാരണം RSSന് പ്രവർത്തിക്കാൻ ഈ രാജ്യത്ത് നിയമപരമായിട്ട് എന്തെങ്കിലും നിലയ്ക്കുള്ള വിലക്ക് ഇല്ല. 1964 സെൻട്രൽ സിവിൽ സർവീസ് ചട്ടങ്ങളിൽ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് റൂൾ 5 എന്ന പേരിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ RSSുമായി സഹകരിക്കരുത് എന്ന നിലയിൽ ഒരു തിട്ടൂരം കൊണ്ടുവന്നിരുന്നെങ്കിൽ പോലും അത് ബഹുമാനപ്പെട്ട കോടതിയുടെ കൂടി ഇടപെടലിനെ തുടർന്ന് 2024 ജൂലൈ മാസത്തിൽ ഏതാണ്ട് ഒരു വർഷം മുൻപ് കേന്ദ്ര ഗവൺമെന്റ് ആ തിട്ടൂരം എടുത്ത് കളയുകയുണ്ടായി. ഇന്ന് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും RSSുമായി സഹകരിക്കുകയോ RSS നേതാക്കളെ കാണുകയോ ചെയ്യില്ല, RSSന്റെ ശാഖയിൽ പോയി RSSകാരനായി പ്രവർത്തിക്കാൻ തന്നെ കഴിയുന്ന നിയമപരമായിട്ടുള്ള സാഹചര്യം ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. സമാനമായി തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ള സിവിൽ സർവീസ് ചട്ടങ്ങളിലൊന്നും RSSന്റെ പ്രവർത്തനത്തിൽ വിലക്കുന്നതായിട്ടുള്ള യാതൊരു വിലക്കുകളും ഇല്ല. ഇപ്പൊ കേരളത്തിലെ സിവിൽ സർവീസ് ചട്ടങ്ങൾ 1960 രൂപീകരിച്ചിട്ടുള്ളതാണ്. അതിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നേരിട്ട് സഹകരിക്കരുത് എന്ന ഒരു നിബന്ധന മാത്രമാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് നേരിടേണ്ടത്. എന്നാൽ RSS രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, അതൊരു സാംസ്കാരിക സംഘടനയാണ് എന്നത് RSSന്റെ തന്നെ ഭരണഘടനയും ബഹുമാനപ്പെട്ട കോടതികളുടെ ഉത്തരവും വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്. 1982 രാജ്യത്തിന്റെ പരമോന്നത കോടതിയായിട്ടുള്ള ബഹുമാനപ്പെട്ട സുപ്രീം കോടതി RSSകാരനാണ് എന്നതിന്റെ പേരിൽ ഒരാളെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുള്ള തീരുമാനത്തിനെതിരെ വളരെ ശക്തമായിട്ടൊരു വിധി പുറപ്പെടുവിക്കുകയും RSSനോടുള്ള മാനസികമായിട്ടുള്ള ഐക്യമോ RSSനോടുള്ള അനുഭാവമോ ഒരാൾക്ക് ജോലി നിഷേധിക്കാൻ ഇന്ത്യയിൽ ഒരു കാരണമല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് 1982 വിധി പറഞ്ഞിട്ടുണ്ട്. ഈ 2024 ഉണ്ടായിരുന്ന ഈ പറയുന്ന ബാൻ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ ഒരു കേസ് നടന്നിരുന്നു. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ 1964 ഈ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കൊണ്ടുവന്നിട്ടുള്ള ഈ സിവിൽ സർവീസ് ചട്ടങ്ങളിലുള്ള റൂൾ 5 ചോദ്യം ചെയ്തുകൊണ്ട് കൊടുത്തിട്ടുള്ള കേസാണ്. ആ കേസിൽ ബഹുമാനപ്പെട്ട മധ്യപ്രദേശ് ഹൈക്കോടതി പറഞ്ഞത് 5 പതിറ്റാണ്ട് പഴക്കമുള്ള ഒരു തെറ്റാണിത് എന്നാണ് പറഞ്ഞത്.
RSSൽ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറയുന്നത് RSSനെ പോലെ ശ്രേഷ്ഠമായ രാജ്യത്തിന്റെ വികസനം മാത്രം, പരം വൈഭവം നേതും ഏതത് സ്വരാഷ്ട്രം, രാഷ്ട്രത്തിന്റെ പരമമായിട്ടുള്ള വൈഭവത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന RSS പോലൊരു ദേശീയവാദ സംഘടനയിൽ പ്രവർത്തിക്കുന്നത് ഒരു അയിത്തമായി കണക്കാക്കുന്നത്, അങ്ങനെ ഒരു ചട്ടം സിവിൽ സർവീസ് ചട്ടത്തിൽ കൊണ്ടുവന്നത് 5 പതിറ്റാണ്ട് പഴക്കമുള്ള തെറ്റാണ്. ആ തെറ്റ് ഇനിയെങ്കിലും തിരുത്തപ്പെടേണ്ടതുണ്ട്. ലോകവ്യാപകമായി അംഗീകരിക്കപ്പെടുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയിലുള്ള പ്രവർത്തനം, ആ സംഘടനയുള്ള ഐക്യം ഒരാളെ ഒരു ജോലി ചെയ്യാൻ അയോഗ്യരാക്കുന്നില്ല എന്ന് മധ്യപ്രദേശ് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ട് ബഹുമാനപ്പെട്ട കോടതികളുടെ, രണ്ട് ഭരണഘടനാ കോടതികളുടെ, 1982 സുപ്രീം കോടതിയാണെങ്കിലും 2024 മധ്യപ്രദേശ് ഹൈക്കോടതിയാണെങ്കിലും RSSൽ പ്രവർത്തിക്കുന്നതിന് ഒരാൾക്ക് തടസ്സമില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. 2024 ജൂലൈ 9 കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള കേന്ദ്ര ചട്ടങ്ങൾ കേന്ദ്ര സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പോലും RSSുമായി ബന്ധപ്പെട്ട് സഹകരിക്കാനോ RSSൽ പ്രവർത്തിക്കാനോ തടസ്സമില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇനി കേന്ദ്ര നിയമത്തിനും കോടതി വിധിക്കും വിരുദ്ധമായിട്ട് കേരളത്തിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു സവിശേഷമായിട്ടുള്ള സാഹചര്യം ഉണ്ടെന്ന് വാദിക്കാൻ കേരളം ഒരിക്കൽ പോലും RSSനെ നിരോധിക്കുകയോ RSSനെതിരായിട്ട് എന്തെങ്കിലും നിലയ്ക്കുള്ള പ്രവർത്തന സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും രഹസ്യാന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിലോ എന്തെങ്കിലും പോലീസ് കേസിന്റെ അടിസ്ഥാനത്തിലോ RSS പ്രവർത്തനത്തെ ബാൻ ചെയ്തിട്ടുള്ള ഒരു ചരിത്രം കേരളത്തിലില്ല. അങ്ങനെയിരിക്കെ നിയമപരമായിട്ട് എല്ലാ സങ്കേതങ്ങളും എതിരാണെന്നിരിക്കെ എന്തടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി തന്റെ മോഹങ്ങൾ ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാർക്ക് മേലെ കെട്ടിവെക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇനി പോട്ടെ, സംസ്ഥാന സർക്കാരിലുള്ള പോലീസുകാരെ അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ സാധിക്കും. അതിന് മുകളിലുള്ള പോലീസിന്റെ ടോപ്പ് കേഡറായിട്ടുള്ള IPS ഉദ്യോഗസ്ഥന്മാരെല്ലാം സെൻട്രൽ സിവിൽ സർവീസിന്റെ ഭാഗമാണ്. അവരുടെ സർവീസ് ചട്ടം, അവരുടെ ഡിസിപ്ലിനറി കാര്യങ്ങളും പരിശോധിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ചട്ടത്തിൽ ഒരാൾക്ക് RSSകാരനായി പ്രവർത്തിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. അങ്ങനെയിരിക്കെ IPS ഉദ്യോഗസ്ഥന്മാർക്ക് വരെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സംഘടനയുമായിട്ട് ഉദ്യോഗസ്ഥന്മാർ സഹകരിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ് എന്നുള്ളതും പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള വിരട്ടലുകളും വിലപേശലുകളും കൊണ്ടൊന്നും ആളുകൾ RSSലേക്ക് കൂടുതലായി ആകർഷിക്കപ്പെടുന്നതും RSSന്റെ ആശയധാരയെ സ്വീകരിക്കുന്നതും ആ ആശയധാരയ്ക്കൊപ്പം സഞ്ചരിക്കുന്നതുമായിട്ടുള്ള ആ ഒരു മാറ്റത്തെ പ്രതിരോധിക്കാൻ ഇവർക്ക് സാധിക്കുകയില്ല എന്ന് മാത്രമേ കേരളത്തിൽ എനിക്ക് സൂചിപ്പിക്കാറുള്ളൂ.